ജനങ്ങൾ മുഴുവനും ഉറങ്ങി കടക്കുമ്പോ നിർനിദ്രനായി പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള നിസ്കാരം നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. വിചാരണയില്ലാതെ മഹ്ശറിൽ സ്വർഗത്തിൽ കിടക്കുന്ന വിഭാഗമാണ് രാത്രിയിൽ തഹജ്ജുദ് പതിവാക്കുന്നവൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അർദ്ധരാത്രിക്ക് ശേഷം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ഒന്ന് ഉറങ്ങിയൊന്ന് എഴുന്നേക്കുക. വലിയ ഉറക്കമൊന്നും വേണമെന്നില്ല, ചെറിയ രീതിക്കുള്ള ഉറക്കമായാലും മതി. ഒന്ന് ഉറങ്ങിയിട്ടൊന്ന് എഴുന്നേറ്റ് അർദ്ധരാത്രിക്ക് ശേഷം നിസ്കരിക്കാൻ സാധിച്ച ഭയങ്കര റാഹത്താണ്. അതൊന്ന് ശ്രദ്ധിച്ചു പോ. 2 റക്അത്ത് നിസ്കരിക്ക്. നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറും, എല്ലാ വിഷമങ്ങളും മാറും, എല്ലാ ഖൈർ ബറക്കാത്തുകളും കിട്ടും. ജോലിയില്ല ഉസ്താദേ, ബിസിനസ് ഇല്ല, റാഹത്തില്ല, നല്ലൊരു വീടില്ല, നല്ലൊരു വാഹനമില്ല, മക്കളൊക്കെ പഠിച്ചിട്ടുണ്ട്, നല്ല ഉയർന്നതാകുന്ന വിദ്യാഭ്യാസമുണ്ട്, ആ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന ജോലിയില്ല എന്നൊക്കെ പറയുന്നവരെ 2 റക്അത്ത് തഹജ്ജുദ് പതിവാക്കി നോക്കിയാൽ ഉന്നത സ്ഥാനത്തേക്ക് അള്ളാഹു എത്തിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ പറഞ്ഞതല്ലേ, ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا. രാത്രിയിൽ നിന്ന് കുറഞ്ഞ സമയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചറപ്പിലേക്ക് തഹജ്ജുദ് പതിവാക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ മുസ്ലിമത്തുണ്ടോ സ്തുതിക്കപ്പെടുന്ന സ്ഥാനത്തിന് അവർ അർഹരാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂൽ രാത്രിയിൽ കൃത്യമായി നമസ്കരിച്ചിരുന്നവരല്ലേ. ഒരൊറ്റ രാത്രി പോലും നബി തങ്ങൾക്ക് തഹജ്ജുദ് മുടങ്ങിയിരുന്നില്ല. മരണം വരെ റസൂലുള്ളാഹി പതിവാക്കിയിരുന്ന അമലാണ് രാത്രിയുള്ള നമസ്കാരമെന്ന് അറിയണേ. ആഖിറത്തിൽ നബി തങ്ങൾക്ക് കിട്ടുന്ന സ്ഥാനമാനം ചെറുതല്ല, ചെറുതല്ല. ഈ ദുനിയാവിൽ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ സഹോദര, നിന്റെ ജീവിത വിജയത്തിന് നിദാനമായി അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. സ്തുതിക്കപ്പെടുന്ന സ്ഥാനം വേണോ, രാത്രിയുള്ള നമസ്കാരത്തെ ഗൗനിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ.